ഒരു ഗ്രാമത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഒരു നാടുവാഴി ജീവിച്ചിരുന്നു. അതിൻ്റെ അഹങ്കാരവും അധികാരവും പൊങ്ങച്ചവുമെല്ലാം അയാളെ പ്രകടമായിരുന്നു താൻ. ആ ഗ്രാമത്തിലെ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും വളരെ മനോഹരമായിരുന്നു. വിശറിയും പുതപ്പും ഒന്നും വേണ്ടാത്ത സുഖകരമായ അന്തരീക്ഷം അനുഭവപ്പെട്ടിരുന്ന കാലം. ഒരു ദിവസം നാടുവാഴിയുടെ ഭാര്യയും മക്കളും കൂടി 10 ദിവസത്തെ തീർത്ഥാടനത്തിനായി അയൽ രാജ്യമായ കോസലപുരത്തേക്ക് യാത്രയായി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലേലം ഉണ്ടായിരുന്നതുകൊണ്ട് നാടുവാഴി പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പതിവ് പോലെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പാതിരാ നേരം പതിവില്ലാതെ വലിയ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെരുമഴയായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ. പിന്നെയുള്ള ദിവസങ്ങളിൽ മഴ കുറഞ്ഞു. മഴക്കാറ് മൂടി സൂര്യപ്രകാശം ഒട്ടും ഭൂമിയിൽ പതിക്കാതെയായി. 6ാം ദിവസം രാത്രിയിൽ പതിവിലേറെ അന്തരീക്ഷം തണുത്തിരുന്നു. പാതിരാത്രിയിൽ അയാൾക്ക് പുതപ്പിൻ്റെ ആവശ്യം വേണ്ടി വന്നു. ഉറക്കച്ചടവോടെ അയാൾ പിറുപിറുത്തുകൊണ്ട് കുറേ നേരം പുതപ്പ് തപ്പി നടന്നു. ഒടുവിൽ ഒരെണ്ണം കയ്യിൽ തവഞ്ഞു. അതെടുത്ത് പുതച്ചു. പക്ഷേ ഒരു പ്രശ്നം. അത് അയാളെ ദേഷ്യം പിടിപ്പിച്ചു. പുതപ്പിന് നീളമില്ല. മുട്ടിന് താഴെ പോലും എത്തുന്നില്ല. കാരണം അത് ഇളയ മകൻ്റെ കുട്ടിപ്പുതപ്പായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ അതെടുത്ത് മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞു. കിടപ്പുമുറിയിൽ പണപ്പെട്ടി ഉള്ളതുകൊണ്ട് ആർക്കും അവിടെ കയറാൻ അനുവാദമില്ലായിരുന്നു. അതിനാൽ വേലക്കാരനെ വിളിച്ചതുമില്ല. അടുത്ത പ്രഭാതത്തിൽ നിലത്ത് കിടന്ന പുതപ്പെടുത്ത് ദേഷ്യം തീരാതെ വഴിയിലെ ചവറുപൂനയിലേക്ക് എറിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം നാടുവാഴിയുടെ പണിക്കാർ ഒരു പിച്ചക്കാരനെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തെത്തി വിവരം പറഞ്ഞു. ചന്തയിലെ അങ്ങൊന്നിൻ്റെ കടയുടെ മുന്നിൽ രാവിലെ മൂടി പുതച്ച് ഇവൻ ഉറങ്ങുകയായിരുന്നു. ഈ തറവാടിൻ്റെ അടയാളം പുതപ്പന്മാർ കണ്ടപ്പോഴാണ് ഇവൻ കള്ളനാണെന്ന് മനസ്സിലായത്. പക്ഷേ ഇത് കേട്ട് നാടുവാഴിക്ക് ചിരിയാണ് വന്നത്. ഹേയ്, അവൻ കള്ളനൊന്നുമല്ല. ഞാൻ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പുതപ്പായിരുന്നു അത്. അപ്പോൾ യാചകൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ദയവായി ഈ പുതപ്പ് കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം. കാരണം കഴിഞ്ഞ രാത്രിയിലെ തണുപ്പത്ത് ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. നാടുവാഴി അട്ടഹസിച്ചു. എടാ, കട്ടിലിൽ ഉറങ്ങിയ എനിക്ക് പുതയ്ക്കാൻ പോലും തിരയാത്ത പുതിപ്പ് നിനക്കെന്തിനാ? നിന്റെ പേട്ടുതല മൂടാൻ മാത്രമല്ലേ സാധിച്ചുള്ളൂ, പടുവിധി. അയ്യോ അല്ല അങ്ങൊന്നേ, ഞാൻ കിടന്നതു കണ്ടാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യാചകൻ പെട്ടെന്ന് മുറ്റത്തു കിടന്ന് പുതപ്പ് കൊണ്ട് മൂടി. മുറ്റത്ത് കിടന്ന് പുതപ്പ് കൊണ്ട് മൂടി. ആദ്യം കാലുകൾ മടക്കി വച്ചപ്പോൾ മുഴുവനും മൂടാൻ കഴിഞ്ഞു. പിന്നീട് കാലുകൾ നിവർത്തി. പക്ഷേ നടു വളച്ചു കിടന്നപ്പോൾ ശരീരം പുതപ്പിനുള്ളിൽ. കൂടാതെ ചെരിഞ്ഞു കിടന്ന് ഒരു വളയം പോലെ തലയും കുമ്പിട്ട് കിടന്നപ്പോഴും ആ കുട്ടിപ്പുതപ്പ് അവന് ധാരാളമായിരുന്നു. അപ്പോൾ ഭൃത്യന്മാർ ദേഷ്യപ്പെട്ടു. അങ്ങൊന്നേ, ഈ ധിക്കാരിയുടെ കോമാളിത്തരം കണ്ടില്ലേ? മുക്കാരിയിൽ കെട്ടി തെരണ്ടി വാലുകൊണ്ട് അടിക്കാൻ കൽപ്പിച്ചാലും. നാടുവാഴി പറഞ്ഞു, അതൊന്നും വേണ്ട. അവൻ എന്നെ തോൽപ്പിച്ചവനാണ്. അതിനുശേഷം നാടുവാഴി യാചകനിൽ നിന്നും ആ പുതപ്പ് തിരികെ വാങ്ങി. എന്നിട്ട് തൻ്റെ മടിശീലയിൽ നിന്ന് ഏതാനും വെള്ളിക്കാശെടുത്ത് വലിയ പുതപ്പ് വാങ്ങുന്നതിനായി അയാൾക്ക് കൊടുത്തു. യാചകൻ വലിയ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. പിന്നീട് ആ ചെളി പറ്റിയ പുതപ്പ് നോക്കി നാടുവാഴി ചിന്തയിലാണ്ട്. എനിക്ക് കുനിക്കാനും കാൽ മടക്കാനും നടുവളയ്ക്കാനുമൊക്കെ പറ്റാത്തത് എന്തുകൊണ്ടാണ്? രോഗം കൊണ്ടല്ല. എൻ്റെ തലക്കനവും അഹങ്കാരവും പൊങ്ങച്ചവും അധികാരവുമല്ലേ ഇതിന് കാരണം? അത് മനസ്സിലാക്കാൻ ഒരു കുട്ടിപ്പുതപ്പും യാചകനും വേണ്ടി വന്നു. നാട്ടുകാർ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. അന്നു മുതൽ ധൂർത്തും അനാവശ്യമായ ആഘോഷങ്ങളും യാത്രകളും മറ്റും അയാൾ ഒഴിവാക്കി തുടങ്ങി. ദുർച്ചെലവുകൾ തടഞ്ഞു. ഏതാനും മാസത്തിനുള്ളിൽ തന്നെ സാധുവീട് എന്ന പേരിൽ അന്നാട്ടിലെ അന്തേവാസികൾക്കു വേണ്ടി ഒരു വലിയ വീട് നാടുവാഴി പണിയിച്ച് നാടിന് സമർപ്പിച്ചു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ന ഭാവമാണല്ലോ അഹങ്കാരം. 3 ഗുണങ്ങളും കൂടി കെട്ടുപിണഞ്ഞ് ഉണ്ടാകുന്ന വ്യക്തിത്വം. അതിൽ നിന്നുമാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിൽ അകപ്പെടുന്ന ജീവൻ പരാശക്തി തന്നെയാണ്. എങ്കിലും അതിന്
ശരീരവുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്ന മിഥ്യാബോധമാണ് ഞാൻ എന്ന ഭാവം. അതിനെ തുടർന്ന് ഞാൻ എന്ന ചിന്ത എനിക്കുള്ളത് എന്ന് മാറി വരുന്നു. ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭൂതമാക്കുന്ന വികാരങ്ങളെ സുഖം എന്നും ദുഃഖം എന്നും വാസന അനുസരിച്ച് വേർതിരിക്കും. സുഖമെന്ന് കരുതുന്ന അനുഭൂതികൾ ഒക്കെ ഇഷ്ടമാവുകയും ദുഃഖം എന്ന് കരുതുന്നവയെ വെറുക്കാനും തുടങ്ങും. കേവലം ജഡമായ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ, അന്ധഃകരണങ്ങൾ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നത് ആത്മചൈതന്യം കൊണ്ടാണ്. എന്നാൽ ആ സത്യത്തെ മറന്ന് ഞാനാണ് അത് ചെയ്തത്, ഞാൻ സുഖം അനുഭവിക്കുന്നു, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ബലവാനാണ് എന്നീ ചിന്തകളൊക്കെ ത്രിഗുണങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാകുന്നു. സുഖത്തിനു വേണ്ടിയുള്ള തെരച്ചിലിൽ അതിന് തടസ്സം ഉണ്ടാക്കുന്നവയെ വെറുക്കാനും അതിന് കാരണം എന്താണോ അതിനെയൊക്കെ നശിപ്പിക്കുവാനുമുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നു. ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ബന്ധങ്ങളുടെ കുരുക്കിലകപ്പെടുന്ന ജീവൻ വാസനാബന്ധങ്ങൾക്ക് അടിമയായിട്ട് കർമ്മബന്ധങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു. എന്നാൽ അമ്മ പരാശക്തിയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന ഭാവമൊന്നും അമ്മയെ സ്പർശിക്കുക പോലുമില്ല. കാരണം അമ്മ ത്രിഗുണങ്ങൾക്കും അതീതയാണ്. ദേശത്തിനും കാലത്തിനും എല്ലാം അതീതയായ പരാശക്തിയാണ്. അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 161 മന്ത്രമായി അഹങ്കാരമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ നിരഹങ്കാര എന്ന നാമമന്ത്രം കൊണ്ട് സ്തുതിക്കുന്നു. ഓം നിരഹങ്കാരായൈ നമഃ. ഓം ഓം ഹ്രീം നിരഹങ്കാരായൈ നമഃ. മുൻപുള്ള നാമത്തിൽ അഹങ്കാരം ഇല്ലാത്തവളാണ് അമ്മ എന്ന് അർത്ഥം വരുന്ന നിരഹങ്കാര എന്ന നാമമാണ് വാഗ്ദേവതകൾ നമുക്ക് പറഞ്ഞു തന്നത്. അടുത്തതായി മോഹമൊന്നും ഇല്ലാത്തവൾ എന്ന അർത്ഥത്തിൽ നിർമോഹ എന്ന മന്ത്രമാണ് നമുക്ക് നൽകുന്നത്. അജ്ഞാനം നിമിത്തം സത്യം അറിയാതെ ഒന്നിനുള്ള ശ്രമം അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അമ്മ ജ്ഞാനസ്വരൂപിണിയായതുകൊണ്ട് അമ്മയെ അവിദ്യ അഥവാ മോഹമൊന്നും തന്നെ ബാധിക്കുന്നില്ല. മോഹോ വൈചിത്യം തദഭാവാ നിർമോഹ എന്നാണ് സൗഭാഗ്യഭാസ്കര പറയുന്നത്. മോഹം ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ടുണ്ടാകുന്ന ദുഃഖമോ മനക്ലേശമോ ആണ്. ആദിപരാശക്തിയായ പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയുമായി തനിക്ക് ഭേദമൊന്നും തന്നെ ഇല്ല എന്ന അറിവ് ഭക്തർക്ക് നൽകിക്കൊണ്ട് മോഹത്തെ നശിപ്പിക്കുന്നവളായതുകൊണ്ട് വാഗ്ദേവതകൾ അടുത്ത നാമമാത്രമായി മോഹനാശിനി എന്ന് അമ്മയെ സ്തുതിക്കുന്നു. മോഹനാശിനി എന്ന നാമത്തിന് മോഹത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. ആദിപരാശക്തിയായ അമ്മയ്ക്ക് മോഹങ്ങളൊന്നും തന്നെയില്ല. ഭക്തജനങ്ങൾക്ക് മോക്ഷപദം നൽകുന്നതിന് അവരുടെ മോഹങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഓം നിർമോഹായൈ നമഃ. ഓം ഓം ഹ്രീം നിർമോഹായൈ നമഃ. ഓം മോഹനാശിന്യൈ നമഃ. ഓം ഓം ഹ്രീം മോഹനാശിന്യൈ നമഃ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത്. അമ്മയുടെ സാക്ഷാത്കാരം വേണം എന്നുള്ളതും ആഗ്രഹമാണ്. അമ്മയെ കാണണം, അമ്മയെ കാണണം, അമ്മയൻ കണ്ണിനു കർപ്പൂരമാകണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ആ ഒരാഗ്രഹം മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ ഭക്തൻ രക്ഷപ്പെട്ടു. പലപ്പോഴും അമ്മയിൽ നിന്നും കിട്ടുന്ന ധനം, മറ്റ് വിഭൂതികൾ, സുഖസൗകര്യങ്ങൾ എന്നിവയൊക്കെയാണ് സാധാരണയായി അമ്മയോട് ഒട്ടുമിക്കവരും ആവശ്യപ്പെടാറുള്ളത്. അപ്രകാരമുള്ള ആവശ്യങ്ങളൊക്കെ അമ്മ
ഭക്തർക്ക് നൽകുകയും ചെയ്യും. എന്നാൽ അമിതമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ അമ്മ ഭക്തർക്ക് നൽകാറുമില്ല. ഒരമ്മയ്ക്ക് 4 മക്കളുണ്ട് എന്ന് കരുതുക. മൂത്ത കുട്ടിക്ക് പനിയാണ്. അതുകൊണ്ട് അമ്മ കഞ്ഞിയും അച്ചാറും ചമ്മന്തിയും പപ്പടം ചുട്ടതുമൊക്കെയാവും നൽകുക. സ്നേഹപൂർവം അടുത്തിരുത്തി മധുരമുള്ള വാക്കുകളും പഞ്ചാര ഉമ്മകളും ചേർത്ത് വയറു നിറയെ ആ കുട്ടിക്ക് കഞ്ഞി കോരിക്കൊടുക്കും. രണ്ടാമത്തെ കുട്ടി ആരോഗ്യവാനായതുകൊണ്ട് അവനാവശ്യമുള്ള ആരോഗ്യകരമായ രുചികരമായ ഭക്ഷണമായിരിക്കും അമ്മ നൽകുക. മൂന്നാമത്തെ കുട്ടി അല്പം കൂടുതൽ വികൃതിയാണ്. ഭക്ഷണം കഴിക്കാൻ മടി. ഏത് കാര്യത്തിലും ചെന്ന് തലയിട്ട് എന്തെങ്കിലുമൊക്കെ അപകടം വരുത്തി വയ്ക്കുന്ന സ്വഭാവം. അവിടെ അമ്മ വടിയെടുക്കും, വഴക്കു പറയും, ഭക്ഷണം നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തി കഴിപ്പിക്കും. എന്നാൽ ഏറ്റവും ഇളയ കുഞ്ഞിനെ മടിയിൽ വച്ച് ലാളിച്ച് സ്നേഹത്തോടുകൂടി പഞ്ചാര ഉമ്മകൾ നൽകി അമ്മിഞ്ഞ നൽകി തൊട്ടിയിൽ കിടത്തി ഉറക്കും. ഏറ്റവും ഇളയ കുഞ്ഞിനോടുള്ള സ്നേഹപ്രകടനം പോലെ അല്ലല്ലോ മറ്റ് മുതിർന്ന കുട്ടികളോടുള്ള ആ അമ്മയുടെ പെരുമാറ്റം. ഇതിൽ കുട്ടികൾക്ക് ദേഷ്യവും ഇച്ഛാഭംഗവും ഒക്കെ ഇടയ്ക്കൊക്കെ അമ്മയോട് തോന്നാറുമുണ്ട്. സ്വാഭാവികവുമാണ് അത്. അമ്മയുടെ ഈ 4 മക്കൾ എങ്ങനെയാണോ അതുപോലെയാണ് ജഗദാംബികയുടെ ഭക്തരും. പലതരം സ്വഭാവമുള്ളവർ, പല രീതികളും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ളവർ. അതുകൊണ്ട് ഒരുപോലെ എല്ലാവരോടും അമ്മയ്ക്ക് പെരുമാറുവാൻ സാധ്യമാവുകയില്ല. അത് അമ്മയ്ക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഓരോ ഭക്തരുടെയും വ്യക്തിത്വം അനുസരിച്ചുള്ള ആവശ്യമനുസരിച്ചുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാവും അമ്മ സാധ്യമാക്കി നൽകുക. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും അമ്മയോട് ദേഷ്യം തോന്നാറുള്ളത്. ഇവിടെ പറഞ്ഞ 3 ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങളും ഒരുപോലെ ഫലം നൽകുന്നവയാണ്. ഭക്തരോടുള്ള വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന നാമമന്ത്രങ്ങളാണ് ഇവ ഓരോന്നും. അതുകൊണ്ട് ഇത് 3 എന്നും ജപിക്കുന്നത് വളരെ നല്ലതാണ്. എന്നും എപ്പോഴും എന്തിനും ഏതിനും ഈ മന്ത്രങ്ങളും മുൻ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളെപ്പോലെ തന്നെ ആഗ്രഹസാഫല്യം നൽകുന്നവയാണ്. അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സ്നേഹം എല്ലാവരിലും ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.